ഏതെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ അശുദ്ധിയ ജീവിതത്തിനകത്ത് പ്രവേശിക്കപ്പെട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് കർത്താവെ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി മാറ്റണമെന്ന് നാം ആഗ്രഹിക്കുകയാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. എഗസ്കേൽ പ്രവചന പുസ്തകം 42-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുവാൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വസ്ത്രം ധരിക്കണം, വിശുദ്ധിയുള്ള വസ്ത്രം ധരിക്കണം. ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമായിട്ടും വേറെ വസ്ത്രം ധരിക്കണം. അപ്പോൾ പഴയ നിയമത്തിനകത്ത് ശുശ്രൂഷയ്ക്ക് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം എന്ന് 3 തരമായി കാണുമ്പോൾ എപ്പോഴൊക്കെയാണോ പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോഴൊക്കെ ഭയങ്കര വിശുദ്ധിയോടെ ആ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അവൻ വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ്. അശുദ്ധി എൻ്റെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും വിശുദ്ധരായി മാറുക. എത്രമാത്രം നമ്മൾ ദൈവസന്ധി വിശുദ്ധരാകാമോ, എത്രമാത്രം ഹോളി ലൈഫ് നമ്മുടെ ലൈഫിനകത്ത് നടത്തിപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത്രമാത്രം ദൈവികമായ ഫേവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഒത്തിരി ലേഖനങ്ങളിലൊക്കെ പൗലോസും പത്രോസും ഒക്കെ വിശുദ്ധിയെക്കുറിച്ച് ആധികാരികമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിന്റെ ലേഖനത്തിനകത്ത് നമുക്ക് കാണാൻ ഇങ്ങനെ ഒരു വചനം കാണുവാൻ കഴിയുന്നു: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പിൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. കർത്താവിന്റെ വചനം പറയുക എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ജീവിതയാത്രയിൽ അശുദ്ധിക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ വിശുദ്ധിയാൽ നമ്മൾ നിറയപ്പെട്ടവരായി മാറുക. ഏതെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ അശുദ്ധിയ ജീവിതത്തിനകത്ത് പ്രവേശിക്കപ്പെട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് കർത്താവെ വിശുദ്ധിയുള്ളൊരു ജീവിതം നയിക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി മാറ്റണമെന്ന് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെയിരിക്കും. നമ്മളാൽ കഴിയാവുന്നതിനപ്പുറമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ടും ഹോളിനെസ് ആയിട്ടൊരു ലൈഫ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ കഴിയും. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. തന്നെ തന്നെ വിശുദ്ധീകരിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. കർത്താവെ, ദൈവം കണ്ടിരിക്കുന്ന ആ വിശുദ്ധ മന്ദിരമായിരിക്കുന്ന എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കാതെ ദൈവത്തിന് പ്രസാദമുള്ളതാക്കി ജീവിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ. നമ്മളെ പൂർണ്ണമായി ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.